ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 6ാമത്തെ സെഷനാണല്ലോ ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു സഹോദരൻ എൻ്റെ മക്കൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നമാണ്, വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. ചോദിച്ചാൽ എന്നാ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല? അങ്ങനെയല്ല അച്ഛാ, വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ തോന്നിയാൽ ഇറങ്ങിപ്പോകാൻ തോന്നും. അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും, പിള്ളേരുമായിട്ട് കയറക്കുണ്ടാവും. അച്ഛാ തല പെരുക്കുന്ന പോലെ ഒരു സ്വസ്ഥതയില്ല അച്ഛാ. അവർ ചോദിച്ചു വീട്ടിൽ പുറത്ത് വിഷയമില്ലേ? ഇല്ല അച്ഛാ, പുറത്തേക്ക് പോയ കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വീട്ടിന് പുറത്ത് എവിടേക്കൊരു പോയാൽ ഈ വീട്ടിലുള്ള പോലെയുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്? ഇല്ല അച്ഛാ, ഞങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹമാണ്, ഞങ്ങൾ ഭാര്യ ഭർത്താവ് സ്നേഹമാണ്, പിള്ളേർ സ്നേഹമാണ്. ഞങ്ങൾ പുറത്ത് പള്ളിയിൽ പോകുമ്പോഴോ മറ്റെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ ശരിക്കും സന്തോഷം. പക്ഷെ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാം, ഇങ്ങനത്തെ അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയുണ്ട് സഹോദര, ഈ വീട്ടിൽ നിങ്ങൾ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു തിന്മയുടെ ദുസ്വാധീനം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ വിശുദ്ധി അശുദ്ധി എന്ന് പറയുന്നത് ഒരു തിരുവചന വെളിപ്പെടുത്തലാണ്. വിശുദ്ധിയുള്ള സ്ഥലങ്ങളും വിശുദ്ധി ഇല്ലാത്ത സ്ഥലങ്ങളും. കുറച്ചുകൂടെ സാധാരണമായ വാക്കുകൾ പറഞ്ഞാൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. ബൈബിൾ നമ്മളിത് എവിടെയാണ് കാണുന്നത്? ഒന്നാമത് സൃഷ്ടിയുടെ വിവരണങ്ങൾ നമ്മൾ വായിക്കുമ്പം 6 ദിവസത്തെ സൃഷ്ടി വിവരണങ്ങൾ നമ്മൾ കണ്ടുവരുമ്പോൾ ഓരോ ദിവസത്തെ സൃഷ്ടികർമ്മം പൂർത്തിയാകുമ്പോഴും ദൈവം പറയുന്നതായിട്ട് ആവർത്തിച്ച് നമ്മൾ കാണുന്നൊരു കമൻ്റാണ് നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ് കഴിയുമ്പം താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു ദൈവം കണ്ടുവന്ന് എടുത്തു വീണ്ടും പറയുകയാണ്. അങ്ങനെ നന്നായിരിക്കുന്നുവെന്ന് ഏതൊരു സൃഷ്ട പ്രപഞ്ചത്തെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ദൈവം പറഞ്ഞുവോ അതേ മണ്ണിനെ നോക്കിയിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ തമ്പുരാൻ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ആദത്തിനോട് അരുതെന്ന് പറഞ്ഞ പഴം തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നത് കൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിട്ട് തീർത്തിരിക്കുന്നു. അപ്പൊ ഏതൊരു മണ്ണിനെ നോക്കിയിട്ട് നന്നായിരിക്കും ദൈവം പറഞ്ഞു, അതേ മണ്ണിനെ നോക്കി ഇപ്പോൾ അത് ശാപമുള്ളതായി മാറിയിരിക്കും എന്ന് പറയുകയാണ്, ബൈബിൾ കാണുകയാണ്. വീണ്ടും നമ്മൾ യെശയ്യായുടെ പുസ്തകത്തില് 24-ാമത്തെ അധ്യായത്തില് 4 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പം ഇതേ കാര്യം കുറച്ചുകൂടെ വളരെ ഗൗരവമുള്ള രീതിയിൽ പങ്കുവെക്കുന്ന കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ 4 മുതൽ വാക്യങ്ങൾ. കർത്താവിൻ്റെതാണ് ഈ വചനം, ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു, ആകാശം ഭൂമിയോട് വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. ഭൂമി അശുദ്ധമാകാം. എങ്ങനെ അശുദ്ധമാകാം? നിവാസികൾ നിമിത്തം. ഭൂമിയിലെ ആദ്യത്തെ നിവാസികൾ ആദവും ഹവ്വയുമാണ്. ദൈവം നന്നായിരിക്കുമെന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് കൊടുത്ത ആ മണ്ണ് ആ നിവാസികളുടെ പാപത്തിന്റെ പ്രവൃത്തി വഴി അശുദ്ധമായി. വീണ്ടും അത് കൂടുതൽ അശുദ്ധമാകുന്നു. ഇവിടെ വായിക്കാൻ 5-ാം വാക്യം, അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഉണ്ടോ? കൃത്യമായി എന്നെ പറയുകയാണ്, നിയമം ലംഘിച്ചു, ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചു, ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തി. ദൈവവും മനുഷ്യനും ശാശ്വത ഉടമ്പടി ഉണ്ടാകും, അതിന് ഭംഗം വരുത്തി. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഉൽപ്പത്തി 3:17 നീ മൂലം മണ്ണ് ശാപമുള്ളതായി മാറിയിരിക്കുന്നു, അത്ര പറഞ്ഞുള്ളൂ. ഇവിടെ പറയുകയാണ് ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു. കാരണം അതുപോലെ തിന്മകൾ വീണ്ടും വീണ്ടും ഒരു മണ്ണിൽ അവിടെ വസിക്കുന്ന ആൾക്കാർ ചെയ്യുകയാണ്. ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേര് മാത്രം ശേഷിക്കുന്നു. അപ്പൊ ഇവിടെ 2 തരത്തിലുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഒന്ന്, നിവാസികളുടെ ഭാഗത്തുനിന്ന് മണ്ണിനെ അഴുക്കാക്കുന്നു, ശാപമുള്ളതായിട്ട് മാറ്റുന്നു, അവിടെ പാപത്തിന്റെ പ്രവർത്തന വഴിയായിട്ട്. 2, അങ്ങനെ ശാപമേറ്റ മണ്ണ് തിരിച്ച് അതിൽ വസിക്കുന്നവരിലേക്ക് വിനാശം വരുത്തുന്നു. റേഡിയോ ആക്റ്റീവ് വസ്തുക്കള് ഇപ്പം ജപ്പാനിലൊക്കെ 2ാം ലോകമഹായുദ്ധ കാലത്ത് ആറ്റം ബോംബിട്ടു. മനുഷ്യൻ കൊണ്ട് ഇട്ടതാണ് ആറ്റമിക് ബോംബ്. അത് അന്ന് ദുരന്തം ഒത്തിരി ഉണ്ടായി. പക്ഷെ അതിനുശേഷം ആ മണ്ണിൽ ആറ്റമിക് എനർജി അല്ല, അതിന്റെ പ്രസരണം കിടക്കുകയാണ്. ആ പ്രസരണം മണ്ണിൽ കിടന്നിട്ട് തിരിച്ചത് വന്നിട്ട് അത് ഏറ്റ് അവിടെ വസിക്കുന്ന ആൾക്കാർ രോഗികളായിട്ട് മാറുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, അങ്ങനെ നശിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ
പാപത്തിൻ്റെ ആറ്റം ബോംബ്, പാപത്തിൻ്റെ പ്രവൃത്തി ഒരു മണ്ണിൽ ഒരു വീട്ടിൽ ആൾക്കാർ ചെയ്യുമ്പോൾ അത് അവിടെ പതിയുന്നുണ്ട്. അതവിടെ പതിഞ്ഞു കിടന്നിട്ട് പിന്നെ അവിടെ വസിക്കുന്ന അവരാകട്ടെ, അവിടെ കുടുംബാംഗങ്ങളെ മറ്റു വ്യക്തികളാകട്ടെ അതിൻ്റെ ദുർസ്വാധീനമേറ്റിട്ട് നശിക്കുന്നു. ചുരുക്കം പേര് മാത്രം ശേഷിക്കുന്ന എടുത്ത് പറയുന്നത്, അതുപോലെ ദഹിച്ചു തീരെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ സഹോദരൻ ഞാൻ പറഞ്ഞു, മോനെ നിന്റെ വീട്ടിൽ തിന്മ എങ്ങനെയോ പതിഞ്ഞ് കിടക്കുന്നുണ്ടോ, നിങ്ങളായിട്ട് വരുത്തിയാണ് ചിന്തിക്കണം. അപ്പോൾ അവർ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വിശുദ്ധമായിട്ട് ജീവിക്കുന്നു, വെഞ്ചരിച്ചാണ് വീട് താമസം ആരംഭിച്ചപ്പോൾ. പക്ഷേ ഇതാ അനുഭവം, എന്താ ഇവിടെ പ്രശ്നമുണ്ട് വെച്ചാൽ. പക്ഷെ അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ആ വീട് ഉപയോഗിച്ചിരുന്ന വ്യക്തികൾ അതുപോലെ തിന്മ അവിടെ പതിപ്പിച്ചിട്ടുണ്ടാവാം. അതല്ല എങ്കിൽ എന്തെങ്കിലും ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഫലമായിട്ട് ആ വീട്ടിലേക്ക് തിന്മയുടെ വസ്തുക്കൾ കടന്നു വന്നിട്ടുണ്ടാവാം. നമുക്കതേപ്പറ്റി പിന്നെ അല്പ സമയത്ത് ചിന്തിക്കണം. അപ്പം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ തിന്മയുടെ ഒരു അവകാശം, സാന്നിധ്യം ഒരു മണ്ണിൽ വസ്തുവിൽ പതിയാം എന്നുള്ള ഒന്നുകൂടെ മനസ്സിലാക്കണം. ശാപം കൊണ്ട് നിറയാം. അങ്ങനെ പതിഞ്ഞ് അതിൻ്റെതായ ഞെരുക്കം നമുക്കുണ്ടാവാം. അതിനെ ദൂരീകരിക്കാനായിട്ടുള്ള മാർഗവും അതും കാണിച്ചു തരുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിന് 3-ാമത്തെ അധ്യായത്തിൽ ഹോറേബ് മലയിൽ കത്തിയെരിയുന്ന മുൾപ്പടർപ്പ് നമ്മൾ കാണുന്നുണ്ട്. ആ മുൾപ്പടർപ്പ് കാണാൻ വേണ്ടി മോശ മലമുകളിൽ കയറി ചെല്ലുന്നു. അങ്ങനെ മോശ കൊണ്ട് കടന്നു വരാനും മോശയ്ക്ക് ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാനും വേണ്ടിയാണ് ദൈവം അഗ്നിയിലെ മുൾപ്പടർപ്പ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ കടന്നു വരുമ്പോൾ മോശ ഈ തിട്ടയിലേക്ക് കാല് വെക്കാൻ തുടങ്ങുമ്പോൾ ദൈവം പറയുന്നൊരു കമന്റ് ഉണ്ട്, നമുക്കറിയാം, ഈ സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ നോക്കിയേ, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി നാദത്തോട് പറഞ്ഞ ദൈവം തന്നെ ഇപ്പം പറയുകയാണ് ഈ സ്ഥലം പരിശുദ്ധമാണ്. അതെങ്ങനെ പരിശുദ്ധമായി? ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ. അപ്പോൾ മോശ അതുവരെ ചവിട്ടി കയറി വന്ന സ്ഥലവും ഇപ്പം ചവിട്ടാൻ പോകുന്ന ഈ മുൾപ്പടർപ്പ് നിൽക്കുന്ന തിട്ടയും തമ്മിൽ വ്യത്യാസം ദൈവം കാണിക്കുകയാണ്. ഇത് പരിശുദ്ധമാണ്, മറ്റത് പരിശുദ്ധമല്ല. എങ്ങനെ വ്യത്യാസമുണ്ടായി? ദൈവ സാന്നിധ്യം കടന്നു വന്നപ്പോൾ. അപ്പോൾ നമ്മളുടെ വീടുകളും പറമ്പുകളും ഒക്കെ നമ്മൾ ദൈവസാന്നിധ്യം അവരേക്ക് എടുക്കുക വഴി, കൊണ്ടുവരിക വഴി വിശുദ്ധീകരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ഒരു സാധാരണ പരിശ്രമമാണ് വീട് വെഞ്ചരിപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ കൂടെ ആഴപ്പെട്ട രീതിയിലുള്ള വിശുദ്ധീകരണ പ്രക്രിയ ആവശ്യമുണ്ട്. ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് അതിനെ സഹായിക്കുന്നതാണ്. പിന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.